എൻ്റെ പേര് ടിനു ജോയ്. ഞാൻ വരുന്ന മോഡൽ പോളിടെക്നിക് കോളേജ് പൈനാവ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ഗൗരിനാഥ് ടി എ. നമ്മുടെ പ്രൊജക്റ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. യൂസ്ഡ് വയർ ലിഡാർ സെൻസർ. ഇത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും ഇപ്പോൾ ഫ്യൂവൽ വെഹിക്കിൾസ് കൊണ്ട് ഉണ്ടാകുന്ന ആക്സിഡൻസും അതുവഴി മൂലം ഉണ്ടാകുന്ന പൊല്യൂഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിരഞ്ഞെടുത്തത്. ഈ പ്രോജക്റ്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് 4 DC മോട്ടറാണ്. അതുപോലെ തന്നെ ഒരു മെയിൻ 12 വാട്ട് DC പവർ സപ്ലൈ ഉണ്ട്. പിന്നെ ഹാർഡ്വെയർ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ESP32 മൈക്രോ കൺട്രോൾ ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ IC, അതുപോലെ ലിഡാർ സെൻസർ, അതുപോലെ കളർ സെൻസറാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ C എന്ന ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അതുപോലെ തന്നെ ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ബ്ലൂടൂത്തിലെയാണ് ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ കൺട്രോൾ മൊത്തം ചെയ്യുന്നത്. നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ ഏകദേശം മുൻഭാഗത്ത് താഴെയായിട്ടൊരു കളർ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. കളർ സെൻസർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റോഡിലുള്ള ലൈൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. വൈറ്റ് ലൈൻ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാക്ക് ആയിട്ടുള്ള റോഡിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ്. നമുക്ക് സിസ്റ്റം മാനുവലി കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞത് ഫോർവേഡിലേക്കുള്ള മൂവ്മെൻറ്റും ബാക്ക്വേർഡിലേക്കുള്ള മൂവ്മെൻറ്റും ലെഫ്റ്റ് റൈറ്റ് അതിലേക്കുള്ള മൂവ്മെൻറ്റുമാണ്. ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുന്നത് ദെൻ ബാക്ക്വേർഡിലേക്ക്, ദെൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇനി ഇതിനെ സെൽഫ് ഡ്രൈവിംഗ് മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു 30 സെൻറ്റിമീറ്ററിനുള്ളിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യുന്നത് വരെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ മാറി റണ്ണായിക്കൊണ്ടിരിക്കും. ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ബട്ടൺ. നമ്മൾ ഈ പ്രോജക്റ്റിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 12 വാട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ സോളാർ വെച്ച് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ ബ്ലൂടൂത്ത് വഴിയാണ് മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ AI വെച്ച് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ ബോണി എഡ്യൂക്കേഷൻ ആണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത്.